കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 വിധിയെഴുതാൻ ഇനി ഒരു നാളിന്റെ കാത്തിരിപ്പ് മാത്രം. പരസ്യ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം മുന്നണികൾ ആവേശഭരിതമാക്കി. അവസാന നിമിഷവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. പുന്നപ്പുഴയും വയലാറും സൂര്യനാടും ഒഞ്ചിയവും മലയാളിക്ക് വെറും സ്ഥലനാമങ്ങളല്ല, മനുഷ്യമോചന പോരാട്ടത്തിന്റെ അഗ്നി പടർത്തിയ ഈറ്റില്ലങ്ങളാണ്. ദിവസങ്ങളോളം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂമിയെ ഇളക്കിമറിച്ച് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം കൊടിയിറങ്ങി. വൈകിട്ട് 6 മണിയോടെയാണ് ആവേശ പ്രചാരണത്തിന് സമാപനം കുറിച്ചത്. അവസാന മണിക്കൂറുകളിൽ താളമേളങ്ങളുടെയും വർണ്ണപ്പകിട്ടിന്റെയും അകമ്പടിയോടെ വിവിധ കേന്ദ്രങ്ങളിൽ മുന്നണി പ്രവർത്തകർ ഒത്തുചേർന്നു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഇടത് വലത് മുന്നണികൾ തൃക്കരിപ്പൂർ ടൗൺ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടത്തിയത്. നീലേശ്വരം ടൗണിലായിരുന്നു NDAയുടെ കൊട്ടിക്കലാശം. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ LDFന്റെയും UDFന്റെയും NDAയുടെയും അവസാനവട്ട പരസ്യ പ്രചാരണം നഗരം കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു. ഉദുമ മണ്ഡലത്തിലെ LDF പാലക്കുന്ന് ടൗൺ കേന്ദ്രീകരിച്ചും UDF മേൽപ്പറമ്പ് ടൗൺ കേന്ദ്രീകരിച്ചും NDA ബോവിക്കാരൻ ടൗൺ കേന്ദ്രീകരിച്ചും കൊട്ടിക്കലാശം നടത്തി. കാസർഗോഡ് മണ്ഡലത്തിൽ UDFും NDAയും കാസർഗോഡ് നഗരം കേന്ദ്രീകരിച്ച് പരസ്യപ്രചാരണം അവസാനിപ്പിച്ചപ്പോൾ ചെറുക്കൽ ടൗൺ കേന്ദ്രീകരിച്ചാണ് LDF പരസ്യപ്രചാരണം അവസാനിപ്പിച്ചത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ UDFന്റെ കുട്ടിക്കലാശം ഉപ്പള ബന്ദിയോട് കേന്ദ്രീകരിച്ചും LDFന്റെ കുട്ടിക്കലാശം പൊസങ്കടി കേന്ദ്രീകരിച്ചും NDAയുടെ കുട്ടിക്കലാശം പെർള കേന്ദ്രീകരിച്ചും നടന്നു. ആർപ്പുവിളികളും ആട്ടവും പാട്ടുമൊക്കെയായി പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ കുട്ടിക്കലാശം ആവേശഭരിതമാക്കി. കടുത്ത വേനൽ ചൂടിനെ അവഗണിച്ചും കഴിഞ്ഞ 20 ദിവസത്തിലേറെയായി മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തിവന്ന പ്രചാരണത്തിൻ്റെ ഊർജവും ഉന്മേഷവുമെല്ലാം കലാശക്കൊട്ടിൽ കൊടുമുടിയേറുകയായിരുന്നു. അവസാന ദിവസമായതിനാൽ അതിരാവിലെ തന്നെ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം റാലികളും റോഡ് ഷോയുമൊക്കെയായി കളത്തിൽ നിറഞ്ഞിരുന്നു. മുന്നണികളുടെ ഒരേ കേന്ദ്രത്തിലെ കൊട്ടിക്കലാശം കയ്യാങ്കളിയിലേക്ക് കടക്കാതിരിക്കാൻ എല്ലായിടങ്ങളിലും സേനകളുടെ കനത്ത സുരക്ഷാ വലയങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. പരസ്യപ്രചരണം പര്യവസാനിക്കുമ്പോഴും അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളുമെല്ലാം. LDF തുടർഭരണം സ്വപ്നം കാണുമ്പോൾ 10 വർഷത്തിനു ശേഷം അധികാരത്തിലേക്ക് മടങ്ങിവരാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് UDF. അതേസമയം തന്നെ താമര വിരിയിച്ച് അധികാരത്തിൽ നിർണായക പങ്കുവഹിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJP നേതൃത്വം നൽകുന്ന NDAയും.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ. വികസിത കേരളമാക്കിയെടുക്കാൻ ഇനി വരണം BJP.